നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. എരൂർ ഗ്രാമപഞ്ചായത്തിൽ 8ഉം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ 3ഉം ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. റാപ്പർ വേഡിനെതിരായ വിദ്വേഷ പ്രസംഗം. കേസരി വാരിക മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധുവിനെതിരെ കേസ്. കിഴക്കേക്കല്ലട പോലീസാണ് കേസെടുത്തത്. പോക്സോ കേസിലെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. പത്തനംതിട്ട തണ്ണിത്തോട് സ്വദേശി ഡാനിയലിനെയാണ് ഇരട്ട ജീവപര്യന്തത്തിനും 6.5 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത്. പത്തനംതിട്ട അതിവേഗ പോക്സോ കോടതിയുടേതാണ് ശിക്ഷ. വയോധികയെ ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വണ്ടിച്ചോറെന്ന് വിളിക്കുന്ന സുജിത്താണ് അറസ്റ്റിലായത്. അഞ്ചൽ പോലീസാണ് ഇയാളെ പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. എരൂർ ഗ്രാമപഞ്ചായത്തിൽ 8ഉം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ 3ഉം ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സജീവമാണ്. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. എരൂർ ഗ്രാമപഞ്ചായത്തിൽ 8ഉം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ 3ഉം ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സജീവമാണ്. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. മഴക്കാലം ആരംഭിച്ചതോടെയാണ് പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ 8ഉം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ 3 ഡെങ്കി കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാനായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. വീടുകൾ തോറും കയറിയുള്ള പരിശോധനകളും ശക്തമാക്കി. ഏരൂരിലും അഞ്ചലിലെയും പരിസര പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപകമാണ്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്നും വീടും പരിസര പ്രദേശങ്ങളും ശുചിയായി സൂക്ഷിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊതുകിന്റെ വ്യാപനം തടയാനായി ഉറവിട നശീകരണം അത്യാവശ്യമാണെന്നും ഇതിനായി വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഏരൂർ ഗ്രാമപഞ്ചായത്തിലും ഡെങ്കിപ്പനി പ്രതിരോധത്തിനാവശ്യമായ ജാഗ്രതാ സമിതികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ നമ്മൾ ഡെങ്കു റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ടീം വർക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചു. ഇന്നും വിളക്കുപാറയിലും ആ ടീം വർക്ക് ഹെൽത്തുമായി ചേർന്നുകൊണ്ട് വളരെ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടന്നു വരികയാണ്. ഡെങ്കു ഈ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഇതിനോട് തന്നെ വാർഡ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. എങ്കിലും ചില ശ്രദ്ധക്കുറവ് വരുന്ന പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്നുകൊണ്ട് കൃത്യമായ ഒരു സന്ദർശനം നടത്തി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണം. നമ്മുടെ വീടിൻ്റെ പരിസരം എല്ലാ ദിവസവും രാവിലെ നമ്മളൊരു 5 മിനിറ്റ് ഇതിനായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക. വീട് പരിസരം നോക്കുക. നമ്മൾ ഒരു ദിവസം മിസ്സായി പോയാൽ പോലും നമുക്ക് കൊതുക് വളരാം. കാരണം ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത ഇടവിട്ട് പെയ്യുന്ന മഴകളാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴകളില്ല, ഇടവിട്ടുള്ള മഴകളാണ് പെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മഴയില്ല, വെയിലാണോ ഉള്ളത്. അപ്പോൾ ഈ വീടിന് ചുറ്റും പൊട്ടിയ പാത്രങ്ങൾ കാണാം, ചിരട്ടകൾ കാണാം, ഈ ടയറിൻ്റെത് കാണാം, പിള്ളേരുടെ കളിപ്പാട്ടത്തിൻ്റെത് കാണാം. ഇതിലെല്ലാം രാവിലെ ഒന്ന് നോക്കുക, വെള്ളം എന്തെങ്കിലും ഉണ്ടോ എന്ന്. വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് കമഴ്ത്തി കളയുക. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. KSU കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാൽപന്താണ് ലഹരി എന്ന സന്ദേശമുയർത്തിയാണ് ടൂർണമെന്റ് നടത്തിയത്. കാൽപന്താണ് ലഹരി എന്ന സന്ദേശമുയർത്തിയാണ് ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. KSU കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ടൂർണമെന്റ്. CR മഹേഷ് MLA മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫുട്ബോൾ
അറിയിക്കുന്നു. ഈ സമയത്ത് എല്ലാവരെയും KSU കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇന്ദ്രജിത്താർ അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ കിക്ക് ഓഫ് നിർവഹിച്ചു. ടൂർണമെന്റിൽ കരുനാഗപ്പള്ളി എക്സൈസ് ഓഫീസേഴ്സും പങ്കാളികളായി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BS വിനോദ്, കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ജവാദ്, ആലപ്പാട് മണ്ഡലം പ്രസിഡന്റ് ഷിബു, ഷെഫീഖ് വെളുത്തമണൽ അസീസ്, വരുൺ ആലപ്പാട്, നിഷാദ് കല്ലേലു ഭാഗം, അനുജിത്ത്, സുഹൈൽ, മുഹസിൻ മേടയിൽ, സിയാം മുഹസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 16 ടീമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വിദ്യാധിരാജ കോളേജ് ഫുട്ബോൾ ടീം ചാമ്പ്യൻസ് ട്രോഫി നേടി. വള്ളിക്കാവ് ഫുട്ബോൾ ടീമാണ് റണ്ണേഴ്സപ്പ് ആയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എന്റെ കേരളം മേളയിൽ ആസ്വാദകരെ കൂടെ കൂട്ടി പാട്ടുസദ്യ വിളമ്പി അൽഫോൺസ് ജോസഫും പാട്ടുകുടുംബവും. കാണികളുടെ പാട്ടറിവ് ഇടകലർത്തി വേറിട്ട സംഗീതരാവാണ് കൊല്ലത്തിന് വിരുന്നായത്. റോക്കിൻ ആരോമലുമായി അൽഫോൺസ് ജോസഫും സംഘവും കൊല്ലത്തിന് വേറിട്ട സംഗീത രാവ് പകർന്നു നൽകി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എന്റെ കേരളം മേളയിലാണ് ആസ്വാദകരെ കൂടെ കൂട്ടി പാട്ടുസദ്യ വിളമ്പിയത്. കാണികളുടെ പാട്ടറിവ് ഇടകലർത്തി വേറിട്ട സംഗീതരാവാണ് കൊല്ലത്തിന് വിരുന്നായി മാറിയത്. റോക്ക് സംഗീതത്തിന്റെ സുവർണകാലം ആരോമലേ എന്ന പാട്ടിലൂടെ അരങ്ങിൽ ഗൃഹാതുര അലകൾ തീർത്തു. ഗായകനും സംഗീത സംവിധായകനും എന്ന ദ്വന്ദ്വം അൽഫോൺസിന്റെ സംഗീത പരിപാടിക്ക് ഇരട്ടി മധുരമായി. ഫിൽമി ഹിറ്റ്സ് പരിപാടിയിൽ മലയാളം, തമിഴ്, ഹിന്ദി ഹിറ്റ് ഗാനങ്ങളും ഇടകലർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. റാപ്പർ വേടനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ RSS നേതാവിനെതിരെ കേസ്. കേസരി വാരിക മുഖ്യപത്രാധിപൻ ഡോക്ടർ NR മധുവിന്റെ പേരിലാണ് കേസെടുത്തത്. കിഴക്കേക്കല്ലട പോലീസാണ് മധുവിനെതിരെ കേസെടുത്തത്. CPM കിഴക്കേക്കല്ലട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേലായുധന്റെ പരാതിയിലാണ് RSS മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധുവിന്റെ പേരിൽ പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിത 192 വകുപ്പ് പ്രകാരം കലാപ ആഹ്വാനത്തിനാണ് കേസ്. കഴിഞ്ഞ 11-ന് പുതിയിടം ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ ചടങ്ങിലായിരുന്നു NR മധുവിന്റെ വിവാദമായ പ്രസംഗം. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണെന്നും വേടന് പിന്നിൽ രാജ്യത്തെ വിഘടനവാദികളാണെന്നുമാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. ഷവർമ കഴിച്ചു മരിച്ചവരെല്ലാം ഹിന്ദുക്കളാണെന്നും പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. മധുവിനെതിരെ DYFI കൊല്ലം ജില്ലാ കമ്മിറ്റിയും പരാതി നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ കൺവെൻഷൻ നടത്തി. കൊല്ലം പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിൽ പ്രതിനിധി സമ്മേളനം മുകേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ജൂൺ 17-ന് ഇടുക്കിയിൽ നടക്കുന്ന കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായാണ് കൊല്ലം ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കേരള പോലീസിന്റെ യാത്ര കൂടുതൽ പ്രശസ്തിയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുകേഷ് MLA പറഞ്ഞു. ഇവിടെ എന്തെങ്കിലും പരാതി ഉണ്ടോ, ധൈര്യമായിട്ട് പറയൂ എന്ന് പറയുന്ന മാതൃകാ സേവനം നൽകുന്ന പോലീസുകാരെയും ഞാൻ കണ്ടു. പോലീസിന്റെ യാത്ര അല്ലെങ്കിൽ അവരുടെ ജോലി ഏറ്റവും ദുർഘടം പിടിച്ച നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു സ്വല്പം ഇടപെടാൻ താമസിച്ചു കഴിഞ്ഞാൽ പോലീസ് നിഷ്ക്രിയമായി നോക്കി നിന്നു ആരെയോ സഹായിക്കാൻ വേണ്ടി. ഇടപെട്ട് കഴിഞ്ഞാൽ തല്ലിച്ചതച്ചു. ഇത് രണ്ടിന്റെയും ഇടയിലൂടെ ഉള്ള ഒരു ഗിമ്മിക്സ് അല്ലെങ്കിൽ ഒരു മാജിക് ആണ് പോലീസുകാരുടെ ഡ്യൂട്ടി എന്ന് പറയാം. KPA കൊല്ലം സിറ്റി ജില്ലാ പ്രസിഡന്റ് L വിജയൻ അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ദിവസവും ഓരോ മണിക്കൂർ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കണമെന്നും പോലീസിൽ കയറുമ്പോൾ തന്നെ മണി മാനേജ്മെന്റ്, മാനസിക പിരിമുറുക്കം കുറയ്ക്കൽ, ടൈം മാനേജ്മെന്റ് തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ബോധവൽക്കരണം നടത്തണമെന്നും കിരൺ നാരായണൻ പറഞ്ഞു. എപ്പോഴും എല്ലാ ദിവസവും കുട്ടികൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ സമയം കുട്ടികൾക്കും വൈഫിനും വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ അവരോട് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഡിസ്കസ് ചെയ്യണം. അവരുടെ യുവർ ഓൺ വാട്ട് ഈസ് യുവർ, നമ്മുടെ ജോലിയിലുള്ള കാര്യങ്ങൾ മോസ്റ്റ്ലി നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഒന്നും പറയാറില്ല.
പക്ഷെ കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അത് കാരണം ഒത്തിരി ഒരാൾക്ക് ഒരുപാട് സന്തോഷമായി, അങ്ങനത്തെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ജോലിയിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഫീൽ ആവുന്ന കാര്യങ്ങളെങ്കിലും പങ്കുവെച്ചാൽ അത് കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആവും. സർവീസിലിരിക്കെ മരിച്ച ASI രാജേഷിന്റെ കുടുംബത്തിന് ധനസഹായം വിതരണം ചെയ്തു. കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ S. സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു. KPA സംസ്ഥാന പ്രസിഡന്റ് സുധീർ ഖാൻ A, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ S. ഷെരീഫ്, CS. ഹരി, ബിനു ശ്രീധർ, A. നസീർ, KPOA കൊല്ലം സിറ്റി ജില്ലാ സെക്രട്ടറി ജിജു C. നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പോക്സോ കേസിലെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. പത്തനംതിട്ട തണ്ണിത്തോട് സ്വദേശി ഡാനിയലിനെയാണ് ഇരട്ട ജീവപര്യന്തത്തിനും 6.5 ലക്ഷം രൂപ പിഴയ്ക്കും കോടതി ശിക്ഷിച്ചത്. പത്തനംതിട്ട അതിവേഗ പോക്സോ കോടതിയുടേതാണ് ശിക്ഷ. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 10ഉം 6ഉം വയസ്സുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ച കേസിലാണ് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും പിഴയും പത്തനംതിട്ട അതിവേഗ പ്രത്യേക പോക്സോ കോടതി വിധിച്ചത്. തണ്ണിത്തോട് കരുമാൻതോട് ആനക്കല്ലിങ്കൽ വീട്ടിൽ ഡാനിയലിനെയാണ് ജഡ്ജി ഡോണി തോമസ് വർഗീസ് ശിക്ഷിച്ചത്. ജീവപര്യന്തം തടവിന് പുറമെ 33 വർഷം അധിക കഠിന തടവും 6 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചിട്ടുണ്ട്. 2024 മാർച്ച് 18-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്കൂളിലെ സ്റ്റുഡൻസ് കൗൺസിലിൽ നടത്തിയ കൗൺസിലിംഗിലാണ് 10 വയസ്സുകാരി കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. തുടർന്ന് തണ്ണിത്തോട് പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പ്രതിക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രണ്ടാമത്തെ പെൺകുട്ടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതായതിനാൽ കോന്നി ഡിവൈഎസ്പിക്കായിരുന്നു അന്വേഷണ ചുമതല. സാക്ഷിമൊഴികളുടെയും വൈദ്യപരിശോധനാ ഫലങ്ങളുടെയും DNA പരിശോധനാ ഫലത്തിന്റെയും തെളിവുകൾ പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ ഹാജരാക്കിയത് കോടതി പരിഗണിച്ചു. ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയ ജഡ്ജി തന്നെ സ്ഥലം മാറി പോകുന്നതിനു മുമ്പ് കേസുകളിൽ വിധി പ്രഖ്യാപിച്ചത് സവിശേഷതയായി. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് റോഷൻ തോമസ് കോടതിയിൽ ഹാജരായി. ഇരു കേസുകളിലെയും അതിജീവിതകൾക്ക് പുനരധിവാസത്തിനുള്ള നഷ്ടപരിഹാര തുക ലഭ്യമാക്കാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. അവഗണനയുടെ പര്യായമായി ഒരു സർക്കാർ ആതുരാലയം. സാമൂഹ്യ പരിഷ്കർത്താവ് C. കേശവന്റെ പേരിലുള്ള മയ്യനാട് ഗവൺമെന്റ് ആശുപത്രിയാണ് അവഗണനയുടെയും തരം താഴ്ത്തലിന്റെയും ഭാഗമായി മാറുന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മയ്യനാട് C. കേശവൻ മെമ്മോറിയൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇന്ന് അവഗണനയുടെ നടുവിലാണ്. മയ്യനാട് C. കേശവൻ മെമ്മോറിയൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇന്ന് തികഞ്ഞ അവഗണനയുടെ നടുവിലാണ്. കിടത്തി ചികിത്സ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികളെല്ലാം അടർന്നുപോയി കമ്പികൾ മാത്രമായി അവശേഷിക്കുന്നു. വൈകുന്നേരം 5:30 വരെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ സേവനവും OPയും അടക്കം ഉണ്ടാകുന്നത് വിരളമാണ്. വെള്ളിയാഴ്ച ഞാനിവിടെ വന്നിരുന്നു. അപ്പോഴും 1:30 മണിയായപ്പം ഹോസ്പിറ്റലിൽ പൂട്ടിപ്പോയി. ഇന്ന് വന്നപ്പോഴും 1:35 ആയപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴും ഹോസ്പിറ്റലിൽ പൂട്ടിപ്പോയിരിക്കുകയാണ്. ഇവിടെ സൂപ്രണ്ടില്ല, ഡോക്ടറില്ല, സ്റ്റാഫുകളില്ല, മരുന്നുമില്ല. അതിനൊരു പരിഹാരം ആരോഗ്യവകുപ്പ് കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കും. ഞാൻ കുട്ടിക്കടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആട്ടോ വിളിച്ചാണ് വരുന്നത്. എനിക്ക് കാലിന് പോകില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ആട്ടോയിലാണ് വരുന്നത്. ഒരു ട്രിപ്പ് വന്നു പോകുമ്പോൾ കുട്ടിക്കടയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ 100 രൂപ വാങ്ങിക്കും. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഇപ്പോൾ മതിയായ ഡോക്ടർമാരുടെ സേവനം ഇല്ല എന്ന് തന്നെ പറയാം. നേരത്തെ ഉണ്ടായിരുന്ന മെഡിക്കൽ സൂപ്രണ്ട് വിരമിച്ചതോടെ പകരം നിയമനവും നടന്നിട്ടില്ല. ജീവിതശൈലി രോഗങ്ങൾ അടക്കമുള്ള പലരും മരുന്നിനായി എത്തുമ്പോൾ പോലും ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രി പൂട്ടി പോയിട്ടുണ്ടാകും. 5:30 വരെ ഉണ്ടായിരുന്ന ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ 1:30 വരെയാക്കി. 1 മണിയാകുമ്പോൾ തന്നെ OP കൗണ്ടറുകളും നിർത്തലാക്കും. ഇതൊന്നും അറിയാതെ മരുന്നിനായി എത്തിച്ചേരുന്നവർ പിന്നീട് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. 3 ദിവസം മുമ്പേ വന്നേരം ഉച്ചവരെ ഉള്ളൂ. ഉച്ചവരെ ഉള്ളെന്ന് പറഞ്ഞു. 1:30 വരെ ഉള്ളു. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് 1:30 വരെ ഉള്ളു. നേരത്തെ എത്ര മണി വരെ ഉണ്ടായിരുന്നു? 3:30-4 മണി വരെ ഉണ്ടായിരുന്നു. 5 മണി വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഒരു കാലത്ത് പ്രസവ ചികിത്സ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആശുപത്രിയാണ്. മികച്ച ചികിത്സയും കിടത്തി ചികിത്സയും അടക്കമുണ്ടായിരുന്ന ആശുപത്രിയിൽ ഇന്ന് വികസനം വിദൂര സ്വപ്നം മാത്രമായിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഒരു ആശുപത്രിയോടുള്ള ഇങ്ങനെയുള്ള ഒരു അവഗണന ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്. മുൻകാലത്ത് ഇവിടെ ഒരു ബോർഡ് മാറ്റം സംബന്ധിച്ച് ഒരു വിഷയമുണ്ടായി. മുഖത്തല ബ്ലോക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബോർഡ് ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഒരു ബോർഡ് ഇതിന്റെ മേളിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ C. കേശവൻ മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രി എന്നായിരുന്നു. അതിനുശേഷം ഈ ആശുപത്രി ഓരോ ദിവസം ചെല്ലുന്നതോടും താഴോട്ട് പോകുന്നല്ലാതെ ഒരിക്കലും ഇത് എഴുമ്പറ്റുണ്ടായിട്ടില്ല. നമുക്കറിയാം ഈ ആശുപത്രിയുടെ കൂടെ തുടങ്ങിയിട്ടുള്ള മറ്റ് ആശുപത്രികളൊക്കെ താലൂക്ക് ആശുപത്രിയും മെഡിക്കൽ കോളേജ് ആശുപത്രികളൊക്കെ ആയിട്ട് വന്നിട്ടും ഈ മയ്യനാട് ആശുപത്രി എന്ത് ഇങ്ങനെ ക്ഷയിച്ചു പോകുന്നത്? ഇത് ആരെയൊക്കെ സഹായിക്കാനാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇവിടെ ഏതൊക്കെ മേവരത്തുള്ള സ്വകാര്യ ആശുപത്രികൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ആശുപത്രി ഇങ്ങനെ തരം താഴ്ത്തുന്നതും ഇങ്ങനെ ആശുപത്രിയിൽ വരുന്ന ചികിത്സ കിട്ടാതെ ജനങ്ങൾ മടങ്ങിപ്പോകുന്നത്.
ന്യൂസ് ബ്യൂറോ, കൊല്ലം. വയോധികയെ ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വണ്ടിച്ചോറെന്ന് വിളിക്കുന്ന സുജിത്താണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 13-നായിരുന്നു സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സുജിത്ത് വയോധികയെ ആക്രമിക്കുകയായിരുന്നു. ഇവരുടെ ചെറുമകൻ ഇടപെട്ടതിനെ തുടർന്ന് ഇറങ്ങിപ്പോയ സുജിത്ത് രാത്രിയോടുകൂടി തിരിച്ചെത്തി ഇവരുടെ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തു കയറി വസ്ത്രങ്ങളും റേഷൻ കാർഡ്, ആധാർ തുടങ്ങിയ വിലവെടുപ്പുള്ള രേഖകളും അടക്കം വീടിന് മുന്നിലിട്ട് കത്തിച്ചു. വീട്ടിലെ കസേര അടക്കമുള്ള ഫർണിച്ചറുകളും വീടിന്റെ ജനാലകളും അടിച്ചു തകർത്തു. വയോധിക കേസ് നൽകിയതിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ പോയി. ഒളിവിലായിരുന്ന ഇയാളെ അഞ്ചൽ SI പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇടയത്തു നിന്നും പിടികൂടുകയായിരുന്നു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. BJP പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. HMCയിലെ അനധികൃത നിയമനത്തിനും പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്മശാനം പ്രവർത്തിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. BJP പുനലൂർ നഗരസഭാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പുനലൂർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. HMCയിലെ അനധികൃത നിയമനത്തിനെതിരെയും പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്മശാനം പ്രവർത്തിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ടുമായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും വൈദേഹി ജംഗ്ഷൻ വഴി പുനലൂർ നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭ അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് രഞ്ജിത്ത് പരവട്ടം കുറ്റപ്പെടുത്തി. LDFന്റെയും CPMന്റെയും അനുയായികൾക്ക് മാത്രമാണ് ഇവിടെ ഉദ്യോഗാർത്ഥികളായി ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവന്റെ പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ നേർച്ചയിട്ടുകൊണ്ട് കാത്തിരിക്കേണ്ട ഒരവസ്ഥയാണ്. ഈ LDFന്റെ കഴിഞ്ഞ കുറെ വർഷക്കാലമായി ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF, ആ LDFന്റെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിലുള്ള അഴിമതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമുക്കറിയാം, ഒരു പുനലൂർ നഗരസഭയുടെ അധീനതയിലുള്ള ഒരു ശ്മശാനം, ആ ശ്മശാനം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് 10 പ്രാവശ്യമാണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസകൾ ലക്ഷങ്ങൾ മാറ്റിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള അഴിമതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP പുനലൂർ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് അനീഷ് അഷ്ടമംഗലം അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് മഞ്ജു സുജിത്ത് സ്വാഗതം പറഞ്ഞു. പുനലൂർ മണ്ഡലം സെക്രട്ടറി മനോജ് കുമാർ അഷ്ടമംഗലം, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ, ഏരിയ ജനറൽ സെക്രട്ടറിമാരായ അജയ് പരവട്ടം, രതുൻ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സാവിത്രി, പ്രിൻസ് പ്രസാദ്, വത്സല ദിനേശൻ, രാഹുൽ ഐക്കരക്കോണം, ബിജു ചമ്പകശ്ശേരി, മധു ശാസ്താങ്കോണം, വിജയനാഥ്, ശ്യാം ഐക്കരക്കോണം, സരസ്വതി, മണിക്കുട്ടൻ, ഹരീഷ് താമരപ്പള്ളി, മനു ആഷിൻ, കവിരാജ്, ബിന്ദു, അഞ്ജലി, BMS ജില്ലാ സെക്രട്ടറി അനിൽ വാഴമൺ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. BSNL വെൽഫെയർ പെൻഷനേഴ്സ് അസോസിയേഷൻ കേരള സർക്കിൾ സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി B വരപ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BSNL മേഖലയിലെ പ്രഥമ പെൻഷൻ സംഘടനയായ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ പ്രഥമ കേരള സർക്കിൾ സമ്മേളനമാണ് കരുനാഗപ്പള്ളിയിൽ നടത്തിയത്. 2 ദിവസമായാണ് സമ്മേളനം നടന്നത്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി B വരപ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. Existing pensioners itself is a big problem now because of the financial. BSNL കേരള ചീഫ് ജനറൽ മാനേജർ B സുനിൽകുമാർ, കൺട്രോളർ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സ് രംഗനാഥ്, A ശ്യാം, കേരള സർക്കിൾ സെക്രട്ടറി TP ജോർജ്, S രാധാകൃഷ്ണൻ, S ബഷീർ, K രമണൻ, CA ഉണ്ണികൃഷ്ണൻ, T രാധാകൃഷ്ണൻ, P രാജീവ്, S ഓമനക്കുട്ടൻപിള്ള എന്നിവർ പങ്കെടുത്തു. നവംബർ 7, 8, 9 തീയതികളിൽ എറണാകുളത്ത് നടക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് കേരള സർക്കിൾ സമ്മേളനം നടത്തിയത്.
2017 മുതൽ നടപ്പാക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണം അനുകൂല കോടതി വിധി ഉണ്ടായിട്ടും നടപ്പാക്കാതെ 4 ലക്ഷത്തിലധികം വരുന്ന മുതിർന്ന പൗരന്മാരായ BSNL പെൻഷൻകാരെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുകയാണെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി. കേന്ദ്ര പെൻഷൻകാർക്കിടയിൽ വേർതിരിവ് സൃഷ്ടിക്കരുതെന്ന് സമ്മേളനം ആവശ്യമുന്നയിച്ചു. 1972 പെൻഷൻ നിയമത്തിന്റെ ലംഘനമായ പെൻഷൻ നിയമ ഭേദഗതിക്കെതിരെ ഏപ്രിൽ 3 ദേശീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധം വൻ വിജയമാക്കാനും സമ്മേളനം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. എരൂർ ഗ്രാമപഞ്ചായത്തിൽ 8ഉം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ 3ഉം ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. റാപ്പർ വേഡിനെതിരായ വിദ്വേഷ പ്രസംഗം. കേസരി വാരിക മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധുവിനെതിരെ കേസ്. കിഴക്കേക്കല്ലട പോലീസാണ് കേസെടുത്തത്. പോക്സോ കേസിലെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. പത്തനംതിട്ട തണ്ണിത്തോട് സ്വദേശി ഡാനിയലിനെയാണ് ഇരട്ട ജീവപര്യന്തത്തിനും 6.5 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത്. പത്തനംതിട്ട അതിവേഗ പോക്സോ കോടതിയുടേതാണ് ശിക്ഷ. വയോധികയെ ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വണ്ടിച്ചോറെന്ന് വിളിക്കുന്ന സുജിത്താണ് അറസ്റ്റിലായത്. അഞ്ചൽ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.